Good evening, all of you, and welcome to the world of statistics. ഇന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂഷന്റെ ലാസ്റ്റ് പാർട്ട് സെഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ കുറെ ഡിസ്ട്രിബ്യൂഷൻസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടെണ്ണം കൂടെ ബാലൻസ് ഉള്ളൂ, വേബിൾ ആൻഡ് പരേറ്റോ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ സെൻസ് എക്സ്ക്ലൂഡിംഗ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്. ഓക്കെ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് ചെയ്യാം. ഓക്കെ, so move on to the next distribution, Weibull distribution. And this distribution is actually introduced by Valadi-Weibull in 1939. Then the probability density function C by alpha x minus mu by alpha the whole raised to z minus 1 into e raised to minus of x minus mu by alpha the whole raised to z, x greater than mu and c greater than 0. Meaning, when this alpha equal to 1 and mu equal to 0, it becomes the standard form of the Weibull distribution and is known as the standard Weibull distribution. Okay. അപ്പോൾ ഈ PDF ഓർത്തിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ലെങ്തി ആണ്. എന്നാലും പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഒരു എക്സ്പോണൻഷ്യൽ പാർട്ട് ഉണ്ട്, അങ്ങനെയൊക്കെ. ഇനി നമുക്ക് ആക്ച്വൽ Weibull ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും ഒന്നും ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ എങ്ങാനും ചോദിച്ചാൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. സോ സ്റ്റാൻഡേർഡ് Weibull ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് ഗാമ ഓഫ് 1/c+1. ആക്ച്വലി ഇത് എഴുതുന്നത് ഇങ്ങനെയാണ്. നമ്മള് അങ്ങനെ മാത്തമാറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്ത് എഴുതി വന്നപ്പോൾ ഗാമ അങ്ങനെ ആയി പോയതാണ്. ഗാമ 1/c+1 ആൻഡ് വേരിയൻസ് ഇസ് ഈക്വൽ ടു 2/c+1 മൈനസ് 1/c+1 ദ ഹോൾ സ്ക്വയർ. ഇതാണ് മീനും വേരിയൻസും. ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഓക്കെ, ഞാൻ എഴുതി കാണിച്ചതേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ Weibull distribution എന്ന് ഓർത്തിരുന്നാൽ മതിയാവും. Then the next one is Pareto distribution. Pareto distribution, f of x is equal to alpha into k raised to alpha, the whole divided by x raised to alpha minus 1, where x greater than k, alpha greater than 0 and k greater than 0. ഇനി ഇതിന്റെ മീൻ എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു കെ ബൈ ആൽഫ മൈനസ് 1 ആൻഡ് ആൽഫ ഗ്രേറ്റർ ദാൻ 1. Because denominator never becomes 0. അതുകൊണ്ടാണ് ആൽഫ ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ളത്. And also the variance is equal to alpha k square by alpha minus 1 the whole square into alpha minus 2. Here also alpha greater than 2 because the denominator never not equal to 0. അതുകൊണ്ടാണ്. ഓക്കെ, ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന് മാത്രം വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മെയിൻകാർക്കും സബ്സിഡിയറിക്കാർക്കും ഒക്കെ പഠിക്കുമ്പോൾ, സബ്സിഡിയറിക്കില്ല മെയിൻകാർക്കൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ മീനും വേരിയൻസ് ഒക്കെ പ്രൂവ് ചെയ്യുന്നുണ്ട് സ്റ്റാൻഡേർഡ് Weibulലിനൊക്കെ. നമുക്ക് ഇപ്പൊ അവിടെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, Weibull ഡിസ്ട്രിബ്യൂഷനിൽ നിന്നോ പരേറ്റോ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നോ ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. പിന്നെ ആ പോർഷൻ കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ Weibullഉം പരേറ്റോയും ചെയ്യാന്ന് വെച്ചത്. ബിക്കോസ് കവർ ചെയ്ത് പോകണം എന്ന് ആഗ്രഹമുള്ളവർക്ക്. ഈ ഇമ്പോർട്ടൻസ് നോക്കി അങ്ങനെയല്ലല്ലോ, നമ്മൾ എല്ലാം ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇപ്പം മെയിൻ ആയിട്ട് ഇതിന്റെ എഫ് ഓഫ് എക്സ് ചോദിച്ചില്ലെങ്കിലും സ്റ്റാൻഡേർഡ് ഫോം എങ്കിലും ചിലപ്പോൾ ചോദിക്കാം. പറയാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ ഇടുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എല്ലാം കവർ ചെയ്ത് പോകണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ ഇതും നോക്കി വെക്കാം. അതല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത് മാത്രം ഞാൻ തൽക്കാലം നോക്കുന്നുള്ളൂ, ലാസ്റ്റ് മൊമെന്റ് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് നോക്കണം എന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് Weibullഉം പരേറ്റോ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾ പോർഷൻ തീരുന്നതിന്റെ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തു തന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും ജസ്റ്റ് Weibull ആൻഡ് പരേറ്റോ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, പിന്നെ ഈ Weibullന്റെ പരേറ്റോയുടെ ഒക്കെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടെക്സ്റ്റിലും പല പോലെയാണ്. അതായത് ഇതൊക്കെ പല പല ടൈപ്സ് ഉണ്ട്. പരേറ്റോ തന്നെ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ഒക്കെ ഉണ്ട്. Weibull ആണെങ്കിലും പല ആൾക്കാരെടുത്ത് ചെയ്യുമ്പോൾ പല ട്രാൻസ്ഫർമേഷൻസ് കൊടുത്ത് ചെയ്യാറുണ്ട്. ബിക്കോസ് Weibull ഡിസ്ട്രിബ്യൂഷനിൽ ഒരു എക്സ്പോണൻഷ്യൽ പവർ ഉണ്ട്. ആ എക്സ്പോണൻഷ്യലിൽ പല പല ട്രാൻസ്ഫർമേഷൻസ് കൊടുക്കുമ്പോൾ, അതായത് ഇപ്പൊ ചില PDF നോക്കിക്കഴിഞ്ഞാൽ അതിൽ മ്യൂവിന്റെ ടേം ഉണ്ടാവില്ല, ചിലത് നോക്കിയാൽ ആൽഫയുടെ ടേം ഉണ്ടാവില്ല, ചിലത് നോക്കിയാൽ ബീറ്റയുടെ ടേം, അതിന് സിയുടെ ടേം ഉണ്ടാവില്ല. അതായത് സ്കെയിൽ പാരാമീറ്ററും ലൊക്കേഷൻ പാരാമീറ്ററും ഒക്കെ ഷേപ്പ് പാരാമീറ്ററും ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി, ഇഷ്ടത്തിനനുസരിച്ച് ഇൻ ദ സെൻസ് പല ട്രാൻസ്ഫർമേഷൻസ് കൊടുക്കുമ്പോൾ പല ഫോമിൽ കിട്ടാറുണ്ട്. നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന നമ്മുടെ ഗുപ്ത ആൻഡ് കപൂറിലൊക്കെ ഉള്ള പോലെ ഫണ്ടമെന്റൽസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റ് ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു PDF ആണ് തന്നിട്ടുള്ളത്.
അറ്റ്ലീസ്റ്റ് അതിന്റെ റേഞ്ചും കോൺസ്റ്റന്റ്സിന്റെ റേഞ്ചും ഒക്കെ ഒന്ന് നോക്കി വെക്കാം. ഒരു 2 ക്വസ്റ്റ്യൻ ഞാൻ വെറുതെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 അഡീഷണൽ കാര്യങ്ങളും കൂടി പറയാമെന്ന് വെച്ചിട്ടാണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ വേബിൾ ഡിസ്ട്രിബ്യൂഷൻ, വേബിളിന്റെ സ്പെല്ലിംഗ് കണ്ടോ, ചില ടെക്സ്റ്റിൽ ഒരു എല്ല് കണ്ടിട്ടുണ്ട്, ചില ടെക്സ്റ്റുകൾ ഫോളോ ചെയ്യുന്ന ഡബിൾ എല്ലിലാണ്. സോ അതൊന്നും നിങ്ങളിപ്പോ തൽക്കാലം നോക്കണ്ട. വാട്ട് ഈസ് ദ ഷേപ്പ് പാരാമീറ്റർ ബീറ്റ ഇൻഡിക്കേറ്റ്? ഷേപ്പ് പാരാമീറ്റർ ബീറ്റ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ എഴുതിയിരിക്കുന്ന PDF ഡെൻസിറ്റി ഫംഗ്ഷനില് ശരിക്കും ബീറ്റ ഇല്ല, ശരിയല്ലേ? അതായത് ഷേപ്പ് പാരാമീറ്റർ ഇവിടെ ഉദ്ദേശിക്കുന്നത് C ആണ്. നമുക്ക് അത് വേറെ ടെക്സ്റ്റിൽ ബീറ്റ വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഷേപ്പ് പാരാമീറ്ററും സ്കെയിൽ പാരാമീറ്ററും എല്ലാ ഡിസ്ട്രിബ്യൂഷന്റെയും എവിടെ വരുന്നതാണ്? പവറിൽ വരുന്നതാണോ, ന്യൂമറേറ്ററിൽ വരുന്നതാണോ, മൈനസ് ചെയ്യുമ്പോൾ വരുന്നതാണോ, ആഡ് ചെയ്യുമ്പോൾ വരുന്നതാണോ, അങ്ങനെ നോക്കി വെക്കാം. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തത് തന്നെ. ബിക്കോസ് ഇത് എല്ലാ ഡിസ്ട്രിബ്യൂഷനും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോ ഈ ഷേപ്പ് പാരാമീറ്റർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വേരിയബിൾ ഡിസ്ട്രിബ്യൂഷനിൽ? ഒന്ന്, ദ ആവറേജ് ടൈം ടു ഫെയിലുവർ, ദ റേറ്റ് ഓഫ് ഫെയിലുവർ ഓവർ ടൈം, ദ മിനിമം പോസിബിൾ ഫെയിലുവർ ടൈം, ഫെയിലുവർ ടൈംസ്, ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫെയിലുവർ ടൈംസ്. ഇതിൽ ഏതാണ് ഷേപ്പ് പാരാമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആക്ച്വലി വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ ദ റേറ്റ് ഓഫ് ഫെയിലുവർ ഓവർ ടൈം ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബിക്കോസ് വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ കോമൺലി യൂസ്ഡ് ഇൻ റിലയബിലിറ്റി ആൻഡ് സർവൈവൽ അനാലിസിസ്. റിലയബിലിറ്റിയിലും സർവൈവൽ അനാലിസിസിലും ഒക്കെയാണ് വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. ശരിക്കും ഇപ്പൊ സിസ്റ്റം ഫെയിലുവർ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരില്ലേ, ബാറ്ററി ഡെത്ത്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലാണ് നമ്മൾ ശരിക്കും ഇതിനൊരു ആപ്ലിക്കേഷൻ ഉള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് വേരിയബിൾ. ഐ മീൻ നമ്മൾ മെയിൻ കോഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ട്രാൻസ്മ്യൂട്ടഡ് വേരിയബിൾ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. സോ റേറ്റ് ഓഫ് ഫെയിലുവർ ഓവർ ടൈം, അതായത് സർവൈവൽ ഫെയിലുവർ റിലയബിലിറ്റി ഉണ്ടല്ലോ, അതാണ് ആൻസർ. സോ ഓപ്ഷൻ ബി. Second question, a Pareto distribution is characterized by which of the following? Bell-shaped curve with peak in the middle ആണോ, long tail in the right side with most values clustered towards the left ആണോ, a flat distribution ആണോ, a curve that rises sharply and then leaves off ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും പാരേറ്റോ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കണം. പാരേറ്റോ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്, ഐ മീൻ റൈറ്റ്ലി സ്ക്യൂഡ്. പാരേറ്റോ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്ലി സ്ക്യൂഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഹെവി ടെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് പാരേറ്റോ ഡിസ്ട്രിബ്യൂഷൻ. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ടെയിലാണ് പാരേറ്റോ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇത് മിക്കവാറും ഈ ഇൻഷുറൻസ് ലോസസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരേറ്റോ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോ ഹെവി ടെയില് റൈറ്റ്ലി സ്ക്യൂഡ്. അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ബി, എ ലോങ് ടെയിൽ ഓൺ ദ റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ ഒരു വലിയ ടെയിൽ ഉണ്ടാവും ആൻഡ് മോസ്റ്റ് ഓഫ് ദ വാല്യൂസ് അവിടെ ആയിരിക്കും ക്ലസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതാണ് ഹെവി ടെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് പാരേറ്റോ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. രണ്ടിടത്തും ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇത് ജസ്റ്റ് നോക്കി വെക്കുക, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ട് സമയം കളയണം എന്നില്ല. ഓക്കെ, സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.